നമ്മൾ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തേക്കും പോകാൻ തീരുമാനമെടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കൂടുതലും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളായിരിക്കാം. അതായത് നമ്മൾ യൂറോപ്പിലെ ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തെ കാഴ്ചകൾ അടുത്തടുത്തുള്ള കാഴ്ചകൾ കടന്ന് അതിൻ്റെ അയൽ രാജ്യത്തേക്ക് പോയി, പിന്നെ അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് പോയി, അങ്ങനെയാണ് യാത്രകൾ നടത്താറ്. പക്ഷേ 2019 ഞാനൊരു യാത്ര യൂറോപ്പിലേക്ക് നടത്തിയത് മറ്റൊരു രീതിയിലാണ്. ഒരു തീമിനെ അടിസ്ഥാനമാക്കി നടത്തിയ യാത്രയായിരുന്നു. ചരിത്രത്തെ അടിസ്ഥാനമാക്കി നടത്തിയൊരു യാത്രയായിരുന്നു. ചരിത്രം എന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ ചരിത്രം രണ്ടായിട്ട് വേണേൽ തിരിക്കാം. ഒന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പുള്ള കാലമെന്നും മറ്റൊന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലമെന്നും. അങ്ങനെ യൂറോപ്പിൻ്റെ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ച രണ്ടാം ലോകമഹായുദ്ധം, അതിന് കാരണക്കാരനായ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കൊടിയ നാസി പാർട്ടി, ഇത് ഉദിക്കുകയും വളരുകയും തകരുകയും ചെയ്ത ജർമ്മനിയിലൂടെയും പോളണ്ടിലൂടെയും ഒരു യാത്രയാണ് ഞാൻ ഇത്തവണ ലക്ഷ്യമിട്ടത് 2019 ഒക്ടോബർ മാസത്തിൽ. അത് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണമുണ്ട്. നമുക്കറിയാം, ലോക സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ദുരന്തങ്ങളുടെ, ദുരിതങ്ങളുടെ, വേദനയുടെ, കണ്ണീരിൻ്റെ കഥകളാണ്. ഹോളിവുഡിലും ലോകത്ത് തന്നെയും വിവിധ രാജ്യങ്ങളിലും പുറത്തിറങ്ങിയ സിനിമകളിൽ ബഹുഭൂരിപക്ഷവും, അല്ലെങ്കിൽ ചരിത്ര സിനിമകളിൽ ബഹുഭൂരിപക്ഷവും രണ്ടാം ലോക മഹായുദ്ധവും അതിനെ തുടർന്നുണ്ടായ നിരവധി ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ജീവിത്യാഗങ്ങളുടെയും കഥകളാണ്. കൂട്ടക്കൊലകളുടെ, വംശഹത്യകളുടെ, ത്യാഗങ്ങളുടെ, പ്രണയങ്ങളുടെ, പ്രണയ നൈരാശ്യങ്ങളുടെ ഒക്കെ കഥകൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണക്കാരനാരായിരുന്നു? അഡോൾഫ് ഹിറ്റ്ലർ എന്ന ആ കുറിയ മനുഷ്യൻ. ആ മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം തുടക്കമിട്ട മ്യൂണിക്കിൽ നിന്ന് ആരംഭിച്ച് അയാൾ നാസി പാർട്ടിയെ സ്വന്തം കയ്യിലേക്ക് കൈപ്പിടിയിൽ ഒതുക്കിയെടുത്ത് തൻ്റെ ഒരു പാർട്ടിയാക്കി മാറ്റി തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, തുള്ളുന്ന, കൊല്ലുന്ന പതിനായിരങ്ങളായ അണികളെ സൃഷ്ടിച്ച ഈ മ്യൂണിക്കിൽ നിന്നൊരു യാത്ര ആരംഭിച്ച് അവിടെ നിന്ന് അദ്ദേഹം അധികാരത്തിൽ ഉന്മത്തനായി ആറാടി ലോകത്തെ ചുട്ട് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ ബെർലിനിൽ ഇരുന്നു കൊണ്ടാണ് കൊടിയ ക്രൂരതകളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളും കൂട്ടക്കൊലകളും എല്ലാം ഇയാൾ ആസൂത്രണം ചെയ്തത്. ഈ ഹിറ്റ്ലറുടെ കൊടിയ ക്രൂരതകൾ ഏറ്റുവാങ്ങി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൊല്ലപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ നാടാണ് ഓഷ്വിറ്റ്സ്, പോളണ്ടിലെ ഓഷ്വിറ്റ്സ്. അവിടേക്ക് വീണ്ടും ബെർലിനിലേക്ക് വരുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും എന്ന് വേർതിരിക്കപ്പെട്ട് രണ്ട് രാഷ്ട്രങ്ങളായി ഒരു ജനസമൂഹം മാറുന്നു. ആ മാറിയ ജനസമൂഹങ്ങളിൽ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. ഒടുവിൽ മടുത്ത ആ ജനം ആ മതിൽ, ഒരു രാഷ്ട്രത്തെ, ഒരു നഗരത്തെ രണ്ടാക്കിക്കൊണ്ട് പണിതിരുന്ന ആ ബെർലിൻ മതിലിനെ ഇടിച്ച് പൊളിച്ച് വീണ്ടും ഒരു രാഷ്ട്രമായി മാറുന്നു. അതിൻ്റെ ഇന്ന് അവശേഷിക്കുന്ന ബെർലിൻ മതിലുകൾ, അതിൻ്റെ അനുബന്ധമായ ചരിത്ര സ്ഥലങ്ങൾ മാത്രമല്ല, ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ നാസി പാർട്ടിയുടെ പ്രമുഖരെ, ഈ യുദ്ധത്തിന് കാരണക്കാരായവരെ, നാസി പ്രമാണിമാരെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ച, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ വിധിച്ച നൂറംബർഗ് എന്ന് പറയുന്ന പട്ടണം, നൂറംബർഗിലെ വിചാരണ കോടതികൾ, ഇങ്ങനെ ചരിത്രത്തിലൂടെയുള്ളൊരു ദീർഘയാത്രയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഒക്ടോബർ മാസത്തിൻ്റെ 5-ാം തീയതി പുലർച്ചെ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഒരു ഖത്തർ എയർവേസ് വിമാനത്തിലാണ് യാത്ര. മ്യൂണിക്കിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മ്യൂണിക്കിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ചെന്നിറങ്ങേണ്ടത്. അപ്പം എനിക്ക് ഷെങ്കൻ വിസ ഓൾറെഡി കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പും ഞാൻ പല യൂറോപ്യൻ യാത്രകൾ ആ മാസങ്ങളിൽ തന്നെ അതിനടുത്തുള്ള ഏതാനും മാസങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിരുന്നു. ഈ ഷെങ്കൻ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ജർമ്മനിയിലൊന്ന് പോയി ഈ ചരിത്ര സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചാണ് നമ്മൾ യാത്രയാവുന്നത്. അപ്പോൾ ഖത്തർ എയർവേസ് വളരെ, എനിക്ക് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളിലൊന്നാണ് ഖത്തർ എയർവേസ്. ഗംഭീരമായ പരിചരണം, ഗംഭീരമായ ഭക്ഷണം, മനോഹരമായ ഫെസിലിറ്റികൾ. രാത്രി ഉറക്കമില്ലാതിരുന്നതുകൊണ്ട് തന്നെ വിമാനത്തിൽ കയറി ഖത്തറിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് മയങ്ങി, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, ലഘുവായ ഭക്ഷണമൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് വിമാനത്തിൽ സാധാരണഗതിയിൽ. അതൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓസ്ട്രിയയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഓസ്ട്രിയയുടെ മുകളിലൂടെയാണ് പറക്കുന്നത്. ഓസ്ട്രിയ പിന്നിട്ടാൽ അധികം താമസമില്ല മ്യൂണിക്കിലേക്ക് എത്താൻ. അപ്പോൾ ആൽപ്സിൻ്റെ മനോഹരമായ താഴ്വാര ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട്, മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട്, സുന്ദരമായ കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ വിമാനം താഴ്ന്നു പറന്നു തുടങ്ങി. നമ്മൾ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം പിന്നിട്ട് ജർമ്മനിയുടെ ഭൂപ്രദേശത്തേക്ക് കയറുന്നു. ഈ ജർമ്മനിയും ഓസ്ട്രിയയും ഒക്കെ ആകാശത്ത് നോക്കിയ ഒരുപോലെയാണ്. അതിമനോഹരമാണ് ഭൂപ്രകൃതി. അതിശാസ്ത്രീയമായ കൃഷി നടക്കുന്ന കൃഷിയിടങ്ങൾ കാണാം നമുക്ക് ആകാശത്ത് തന്നെ. നല്ല കാഴ്ചകളാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. ഇതൊക്കെ പിന്നിട്ട് നമ്മൾ ജർമ്മനിയിലെ മ്യൂണിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുകളിലേക്ക് എത്തി. നഗരത്തിൽ നിന്ന് 10-30 കിലോമീറ്റർ അകലെയാണ് ഈ മ്യൂണിക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഈ ഷെങ്കൻ വിസയൊക്കെയുള്ള ആളുകളെ
ചിലപ്പോഴൊക്കെ ഇവർ കർശനമായി ചോദ്യം ചെയ്യും. ഒരു സംശയമുണ്ടെങ്കിൽ പലപ്പോഴും വളരെ ടഫായിട്ട് തന്നെയുള്ള ചില പരിഗണനകളൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുള്ളൂ. എമിഗ്രേഷൻ കൗണ്ടറിൽ കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുക്കുന്നു, അയാൾ അതേ നോക്കുന്നു, വിസയുടെ പേജ് എടുക്കുന്നു, അതിലൊരു സീലടിക്കുന്നു, എൻ്റെ മുഖത്ത് പോലും നോക്കാതെ പാസ്പോർട്ട് തിരിച്ചു വരുന്നു, പൊക്കോളാൻ പറയുന്നു. കസ്റ്റംസ് പരിശോധന കഴിയുന്നു, പുറത്തേക്ക് നടക്കുന്നു. പുറത്തേക്ക് നടക്കുമ്പോൾ സാധാരണ എയർപോർട്ടുകളിലെ പോലെയല്ല. ഇവിടെ എനിക്ക് ഒരാളുണ്ട്, എന്നെ കാത്തു നിൽക്കാൻ ഒരാളുണ്ട്, എൻ്റെ ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദർ, എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രൻ. അദ്ദേഹം 10-20 വർഷത്തിലേറെയായി ജർമ്മനിയിൽ ജീവിക്കുന്ന, മ്യൂണിക്കിൽ ജീവിക്കുന്ന ഒരു IT പ്രൊഫഷണലാണ്. അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ IT സ്ഥാപനം നടത്തുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അങ്ങേരുടെ പേര് ബിനു എന്നാണ്. ഈ ബിനു പലതവണയായി ഈ ജർമ്മനിയിൽ അയാൾ ചെന്ന കാലം മുതൽ എന്നെ വിളിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനം അവിടേക്ക് എന്ന് പറഞ്ഞാൽ. ഞാൻ ജർമ്മനി പലതവണ പോയിട്ടുണ്ടെങ്കിലും ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനമോ ഒക്ടോബർ മാസത്തിലോ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. മറ്റ് പല സമയത്തും പോയിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ അവിടെ പോകാൻ കാരണമുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ, പ്രത്യേകിച്ച് ഈ മ്യൂണിക്കിലെയും ബവേറിയ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിലെയും, മ്യൂണിക്ക് ഉൾപ്പെടുന്ന ഈ ആൽപ്സിൻ്റെ പരിസരത്ത് ചേർന്ന് കിടക്കുന്ന ജർമ്മനിയിലെ തന്നെ ഏറ്റവും പ്രൗഢമായ, ഏറ്റവും പ്രതാപശാലികളായ, ഏറ്റവും പാരമ്പര്യവാദികളായ, ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റാണ് ബവേറിയ. ഈ ബവേറിയയുടെ തലസ്ഥാനവും സാംസ്കാരിക തലസ്ഥാനവും ഒക്കെയാണ് ഈ മ്യൂണിക്ക്. ഈ മ്യൂണിക്കിൽ എല്ലാ വർഷവും കഴിഞ്ഞ ഏതാണ്ട് 2 നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഒക്ടോബർ ഫെസ്റ്റ്. അത് ഒരുതരം ബിയർ ഫെസ്റ്റിവൽ കൂടിയാണ്. ഇവരുടെ ഓണമാണത്. ശരിക്കും പറഞ്ഞാൽ ആ നാട് ആഘോഷ തിമിർപ്പിലാകുന്നൊരു നാട്. ആ സമയത്ത് വേണം നമ്മൾ മ്യൂണിക്ക് ചെല്ലാൻ. അതാണ് ബിനു എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ഈ ഒക്ടോബർ ഫെസ്റ്റിവൽ നാളെ അവസാനിക്കുക. ഞാൻ ഇന്നാണ് എത്തുന്നത്. 6-ാം തീയതി 2019 ഒക്ടോബർ 6-ാം തീയതി ഒക്ടോബർ ഫെസ്റ്റ് അവസാനിക്കുമെങ്കിൽ ഒക്ടോബർ 5-ാം തീയതി ഉച്ചയ്ക്കാണ് ഞാൻ അവിടെ ചെന്നിറങ്ങുന്നത്. അപ്പം ഒരു ദിവസം ഒക്ടോബർ ഫെസ്റ്റ് ഒന്ന് കാണണം, ചിത്രീകരിക്കണം. ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ബിനു കാത്തു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തണുപ്പ് അസഹ്യമായി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ. ചേട്ടാ, എൻ്റെ കയ്യിലൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പുറപ്പെടുമ്പോൾ എൻ്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ കയറുമ്പോഴും അതുണ്ടായിരുന്നു. ഖത്തറിൽ വരുമ്പോഴും അതുണ്ടായിരുന്നു. ദോഹ എയർപോർട്ടിൽ ആ ജാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി. അപ്പോഴാണ് മനസ്സിലായത്, ദോഹയിലെ എയർപോർട്ടിൽ ഞാൻ ഇരുന്ന ആ കസേരയിൽ അതിട്ടിട്ട് അതിൻ്റെ പുറത്ത് ചാരിയിരുന്നാണ് ഞാൻ ഒന്ന് മയങ്ങിയത്. അത് കഴിഞ്ഞ് വിമാനത്തിനകത്തേക്ക് ആളെ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ബാഗ് എടുത്ത് ഓടി കയറി പോവുകയാണ് ചെയ്തേ. അതവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു ജാക്കറ്റ് നഷ്ടമായി. പക്ഷേ ഒരു ജാക്കറ്റ് ഇല്ലാതെ ഇനി അടുത്ത ദിവസങ്ങളൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബിനുവിനോട് പറഞ്ഞു, നമുക്കൊരു ജാക്കറ്റ് വാങ്ങണം. അത് ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ കൊണ്ട് വേണേ ഒരെണ്ണം തരാം. ഞാൻ പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം, പുതിയൊരെണ്ണം വേണം. ഓക്കെ, അങ്ങനെ ജാക്കറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് മ്യൂണിക്ക് എന്ന് പറയുന്ന നഗരത്തിലേക്ക് യാത്രയാണ്. മ്യൂണിച്ച് എന്നൊക്കെ പല രീതിയിൽ ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന വിദേശികൾ. മ്യൂണിച്ചെന്ന് പറയും, മ്യൂണിക്കെന്ന് പറയും, രണ്ട് ശരിയാണ്. പക്ഷേ ഈ നാട്ടുകാർ മ്യൂണിക്കിനെ വിളിക്കുന്ന മ്യൂൺഷൻ എന്നാണ്. മ്യൂൺഷൻ എന്നാണ് ജർമ്മൻ ഭാഷയിലെ മ്യൂണിക്കിൻ്റെ പേര്. അപ്പം ആ മ്യൂണിക്കിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ബിനു ഇടയ്ക്കിടയ്ക്കെല്ലാം വർഷത്തിൽ 1, 2, 3 തവണയൊക്കെ നാട്ടിൽ വരുന്ന ഒരാളായതുകൊണ്ട് വലിയ ഒരു ആങ്സൈറ്റി ഒന്നുമില്ല കണ്ടുമുട്ടാൻ. അപ്പോൾ എവിടുന്ന് തുടങ്ങണം, വീട്ടിലേക്ക് പോകാം എന്ന് ബിനു പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീട്ടിൽ പോകണ്ട, ഇന്നിപ്പോൾ ഉച്ചയായിട്ടല്ലേ ഉള്ളൂ, ഏതാണ്ടൊരു 2 മണിയാകുന്നതേ ഉള്ളൂ. ഈ സമയം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിലയേറിയ സമയമാണ് ഇനിയുള്ളത്. അപ്പം മ്യൂണിക്ക് നഗരത്തിൻ്റെ പ്രധാന ചരിത്ര സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഹിറ്റ്ലർ കടന്നുപോയ വഴികളിലൂടെ, ഹിറ്റ്ലർ വളർന്നു വന്ന സ്ഥലങ്ങളിലൂടെ, ഹിറ്റ്ലർ അയാളുടെ മാസ്മരിക പ്രസംഗങ്ങൾ കൊണ്ട് 10,000-ങ്ങളെ അമ്മാനമാടിയ, അവരെ ഇയാളുടെ ചിന്താഗതിയിലേക്ക് വളച്ചു കൊണ്ടുവന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. ഹിറ്റ്ലർ വളർന്നത് മ്യൂണിക്കിലാണ്, മ്യൂണിക്കിൻ്റെ തെരുവുകളിലാണ്, മ്യൂണിക്കിൻ്റെ സ്ക്വയറുകളിലാണ്. അവിടുത്തെ ബിയർ ഗാർഡനുകളുടെ ഓരത്ത് നിന്ന് ചടുലമായ പ്രസംഗങ്ങളിലൂടെ ആളുകളെ തൻ്റെ ആശയങ്ങൾ തലയ്ക്കുള്ളിലേക്ക് വിഷം പോലെ കുത്തിവെച്ച ഒരു മനുഷ്യനാണ് ഹിറ്റ്ലർ. അവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ പറഞ്ഞു, നമുക്ക് ഓൾഡ് ടൗണിലേക്ക് പോകണം. മ്യൂണിക്കിലെ ഒഡിയോൺ പ്ലാറ്റ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയൊരു സ്ക്വയറാണ്, വലിയൊരു മൈതാനം പോലത്തെ, മൈതാനമല്ല, കല്ല് വിരിച്ച ചരിത്രമുള്ളൊരു സ്ഥലം. അവിടെ നിന്ന് അങ്ങ് തുടങ്ങാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വണ്ടി വിടുകയാണ്. ഈ ബിനുവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഈ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ട് ടെലിവിഷൻ വരുന്നത്. അപ്പോൾ ഈ ടെലിവിഷനിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനതിനു മുമ്പ് ടെലിവിഷൻ 1-2 സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിൽ ടെലിവിഷൻ ഉണ്ടാകുന്നത് 1984 എൻ്റെ ഓർമ്മ. 84-ഓ 83-ൻ്റെ അവസാനമായിട്ടാണ്. ഈ ബിനുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ മുകളിലൊരു പെട്ടിയൊക്കെ വെച്ച് കെട്ടി, വലിയൊരു പൈപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി, പിന്നെ വേറെ കുറച്ച് പൊതികളൊക്കെ ആയിട്ട് ബിനുവിൻ്റെ ഫാദർ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഇലക്ട്രീഷ്യനും ഒക്കെ ആയിട്ട് വരുന്നിറങ്ങുന്ന ദിവസം ഞാൻ ആ വീട്ടിലുണ്ട്. അത് ആകസ്മികമായിട്ട് അവിടെ ചെന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണ്. അപ്പോൾ
ഈ സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ബിനുവിൻ്റെ വീട്ടിൽ ബിനുവിൻ്റെ പിതാവ് ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ഞെട്ടിക്കുന്ന സർപ്രൈസായിട്ട് ഈ ടെലിവിഷൻ എടുത്ത് ഇറക്കി വെക്കുകയാണ് പെട്ടി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുറ്റത്തിൻ്റെ വശത്തുണ്ടായിരുന്ന വലിയൊരു ആഞ്ഞിലി മരമുണ്ട്. ഒരു 10-50 അടി ഉയരം ഉള്ള ആഞ്ഞിലി മരമാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇവരിലാരോ വലിഞ്ഞു കയറിയിട്ട് അതിൻ്റെ മുകളിൽ ഈ GI പൈപ്പ് നാട്ടി അതിൻ്റെ മുകളിലാണ് ആൻറ്റിന വെക്കുക. കാരണം അത്രയും റിമോട്ടായൊരു സ്ഥലമായതുകൊണ്ട് അവിടെ വെച്ചെങ്കിലേ തിരുവനന്തപുരത്ത് നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ദൂരദർശനോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് റിലേ ചെയ്യുന്ന വിഷ്വൽസോ കിട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് തിരുവനന്തപുരത്തേക്കാണ് അത് തിരിച്ചു വെക്കുന്നത് അക്കാലത്ത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രത്യേക ദിശയിൽ തിരിഞ്ഞെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പിരിവിരിപ്പായിരിക്കും, മണൽ വാരിയിട്ടതുപോലെ. ഈ പിരിവിരിപ്പാണ് ഞങ്ങൾ ആദ്യത്തെ കുറേ മാസങ്ങൾ വളരെ ആസ്വാദ്യതയോടെ കണ്ടിരുന്നത്. അതിനിടയ്ക്ക് വല്ലപ്പോഴും ഒരു മനുഷ്യരൂപം പോലെ തെളിഞ്ഞു വരും. ചെറിയൊരു കാറ്റടിച്ചാൽ ഇത് തിരിഞ്ഞു പോകും. അപ്പോൾ ഈ 50 അടി 60 അടി ഉയരമുള്ള ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് തിരിക്കണം. അപ്പോൾ അതൊരു വലിയ സാഹസിക കൃത്യമായിരുന്നു. കാരണം ഞങ്ങളുടെ മരങ്ങാട്ടുള്ളിയൊക്കെ കുന്നുകളും താഴ്വരകളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ്. അപ്പം ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇവരുടെ വീട്. അപ്പോൾ അതിൻ്റെ മുകളിലെ ആഞ്ഞിലി മരത്തിൻ്റെ മുകളിൽ തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഈ ടെലിവിഷനിൽ ദൃശ്യങ്ങൾ കാണുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ 500 മീറ്റർ അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ബിനുവിൻ്റെ വീട്ടിലേക്കെങ്കിലും ഞങ്ങളെ അവിടേക്ക് വല്ലപ്പോഴൊക്കെ വിടുകയുള്ളൂ. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ അവധിയുണ്ട്, സ്കൂളിൽ പോകുന്ന ദിവസങ്ങളാണതൊക്കെ. അപ്പോൾ ആ സ്കൂൾ ദിനങ്ങളിൽ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക, പരീക്ഷയ്ക്ക് നല്ല മാർക്കുകൾ വാങ്ങുക, ഈ ശനിയാഴ്ച ഞായറാഴ്ച നല്ല രീതിയിൽ അമ്മയെ സഹായിക്കുക, അടുക്കളയിലെ ജോലികൾ, വിറക് കൊണ്ടുവന്ന് കൊടുക്കൽ, നെല്ല് പുഴുങ്ങി ഉണങ്ങൽ, പശുവിനെ കുളിപ്പിക്കൽ, പശുവിന് പുല്ല് വെട്ടിയിട്ട് കൊടുക്കൽ, ഇങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ജോലിയും കൃത്യമായിട്ടൊരു ദിവസം ചെയ്താൽ വൈകുന്നേരം ഒരു 5:30 ബിനുവിൻ്റെ വീട്ടിൽ പോകാൻ അനുവദിക്കും. അവിടെ പോയിരുന്ന് TV കണ്ടിട്ട് ഒരു 6-7 മണി വരെ TV കണ്ടിട്ട് തിരിച്ചു വരാം. ഇതായിരുന്നു ഞങ്ങൾക്ക് അന്ന് കുട്ടികൾക്ക് തന്നിരുന്ന റിവാർഡ്. അപ്പം ഞാൻ എൻ്റെ പെങ്ങന്മാരെയും കൂട്ടി ഈ പറഞ്ഞ ബിനുവിൻ്റെ വീട്ടിലേക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും പോകും. അവിടെ ചെല്ലുമ്പോഴത്തെ കഥ എന്താണെന്നറിയോ? ഈ TV വെച്ചിരിക്കുന്നൊരു ചെറിയ മുറിക്കകത്ത, ഈ മുറിക്കകം മുഴുവൻ ആൾ നിറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ജനലുണ്ട്, ഈ ഭിത്തിയിലൊരു ജനലുണ്ട്. ഈ ജനലിലൂടെ ഒരു 100 തലകളിങ്ങനെ ഈ മുറിക്കകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കും. ഇവർ ഈ കാണുന്നത് എന്താണെന്നറിയോ? ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കൃഷി ദർശൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ദൂരദർശനിൽ തുടങ്ങും. ഈ TV ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെയാണ് ഓർമ്മണം. അപ്പോൾ ഒരു ആൾ ഹിന്ദിയിൽ വന്ന് കുറേ കഥകളങ്ങ് പറയും. ഈ പറയുന്നതിൽ ഒരു വാക്ക് പോലും നമുക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മാന്തൈ എടുത്തുകൊണ്ട് വരും. മാന്തൈയാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അതുകൊണ്ടൊന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ തൂമ്പ കൊണ്ട് കിളച്ച് നിലമൊക്കെ ഒന്ന് ഒരുക്കി കട്ടകളൊക്കെ മണ്ണിൻ്റെ പൊടിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് എന്തൊക്കെയോ കുറേ നേരം, ഇതൊക്കെ 15 മിനിറ്റ് എടുക്കും. ഇത് കഴിഞ്ഞ് മാവിൻ്റെ തൈ കുഴിച്ച് വെക്കും, ഇച്ചിരി വെള്ളം ഒഴിക്കും, എന്നിട്ട് കുറേ കഥകൾ പറയും. ഇത് കഴിയുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ കഴിയും. ഈ ഒരു ദൃശ്യം കാണാൻ ഒരു 40 ആളുകൾ ഈ വീടിൻ്റെ ഈ ഇടുങ്ങിയ മുറിക്കകത്തും അതിൻ്റെ ജാലകത്തിന് പുറത്തുമായി തടിച്ചു കൂടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ദൃശ്യങ്ങളുടെ ആഘോഷം നടക്കുന്ന തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മാന്തൈ നടുന്നത്, മാങ്ങാണ്ടി കുഴിച്ചിടുന്നത് കാണാനാണ് ഇത്രയേറെ ആളുകൾ അന്ന് ഈ ജനലിൻ്റെ പുറത്ത് കാത്തിരുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ ചിത്രഹാർ എന്നൊരു പരിപാടിയുണ്ട്. അത് സൂപ്പർ ഹിറ്റ് പരിപാടിയാണ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്തൊരു പരിപാടി. പിന്നീട് മലയാളം പരിപാടി വരുമ്പോൾ ആദ്യം വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സീരിയലുകൾ ആരംഭിച്ചത് 80കളുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കാണ്. പിന്നെ അതൊരു തരംഗമായി മാറുകയാണ്. പിന്നെ രാമായണം, മഹാഭാരതം, ഇങ്ങനെയുള്ള എപ്പിക്കുകൾ. സത്യത്തിൽ ഈ ബിനുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ആ ടെലിവിഷൻ ഇന്ന് ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന ഒരാളായി, ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി, ടെലിവിഷൻ എൻ്റെ സ്വപ്നമായി മാറുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ആ വീടും ആ വീട്ടിലെ ടെലിവിഷനും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കഥകളും ഓർമ്മകളുമാണ് ഈ വീടുകളെ, എൻ്റെ ഈ പ്രദേശത്തെയും എൻ്റെ ഈ ഗ്രാമത്തെയും ചുറ്റിപ്പറ്റി എനിക്കുള്ളത്. എന്നെ ഞാനാക്കി മാറ്റുന്നത് ഇത്തരം ഒത്തിരി സംഭവങ്ങൾ ചേർന്നിട്ടാണ്. അപ്പോൾ ആ ബിനുവാണ് എൻ്റെ കൂടെ വരുന്നത്. ബിനു പഠിക്കുന്ന കാലത്ത് അസാധ്യ കുസൃതിയായിരുന്നു. ഒരു ദിവസം ഒരു ഉച്ച നേരത്ത് എല്ലാവരും ലഞ്ച് കഴിക്കുന്ന നേരത്ത് സ്കൂളിൻ്റെ വരാന്തയിൽ പൊരിഞ്ഞ് അടി നടക്കുകയാണ്. ഇതാരാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കൈ കഴുകാൻ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ ഒരു ഭാഗത്ത് ബിനുവാണ്, വേറൊരു ഇവൻ്റെ ഇരട്ടിയുള്ള ഒരുത്തിനെ എടുത്തിട്ട് ഇണ്ടാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. പക്ഷേ രസം എന്താ അറിയോ? ഇതൊക്കെ ആണെങ്കിലും എത്ര കുസൃതി കാണിച്ചാലും എന്തുമാത്രം വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും പരീക്ഷ എത്തുമ്പം അതിൻ്റെ റിസൾട്ട് വരുമ്പം ഇവനായിരിക്കും ക്ലാസ്സിൽ 1ാം സ്ഥാനം. ഇവന് ഏറ്റവും കൂടുതൽ മാർക്ക് ഇവനായിരിക്കും. മിടുക്കൻ പഠിക്കാൻ. ഇവൻ്റെ ജീവിതം പല വഴികളിലൂടെ തിരിഞ്ഞു. പക്ഷേ അവൻ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കാൻ പോയി, ബിരുദാനന്തര ബിരുദം നേടി. അത് കഴിഞ്ഞ് ഏതാണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജർമ്മനിയിലേക്ക് അവൻ അവസരം കിട്ടി. മ്യൂണിക്കിലേക്ക് പോകുന്നു. മ്യൂണിക്കിൽ അവൻ്റെ കഴിവ് തെളിയിക്കുന്നു. അങ്ങനെ സ്വന്തം സ്ഥാപനമാകുന്നു. ബാംഗ്ലൂരും മ്യൂണിക്കിലും അതിന് ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് വളരുന്നു. അങ്ങനെ ബിനു അവൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ നേടിയെടുത്ത ഒരു കാലമാണത്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പഴയ കഥകളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒഡിയോൺ പ്ലാറ്റ്സിലേക്ക് വണ്ടി എത്തുന്നു. ഒഡിയോൺ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ നഗരഹൃദയമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ ഈ ഒഡിയോൺ പ്ലാറ്റ്സിലേക്ക് ചെല്ലുന്നു. ഈ ഒഡിയോൺ പ്ലാറ്റ്സിൽ പ്രധാനമായിട്ടുള്ളത് ഒരു സ്റ്റേജാണ്. അതായത് നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ സ്റ്റേജ് പണിതിടുമല്ലോ, രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാനും അല്ലെങ്കിൽ നാട്ടിലെ പൊതുപരിപാടികൾ നടത്താനൊക്കെ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജാണ് അവിടുത്തെ പ്രധാന ഭാഗം. ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തും കൂറ്റൻ 2 പ്രതിമകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സ്റ്റേജ് ചരിത്രമുള്ളൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നിന്ന് നിരവധി തവണ ഹിറ്റ്ലർ എന്ന് പറയുന്ന അയാൾ ഏകാധിപതിയായി മാറുന്നതിന് മുമ്പ് നാസി പാർട്ടിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന്, ഇയാളുടെ ചിന്താപദ്ധതികൾ ആളുകളുടെ തലച്ചോറിനകത്തേക്ക് അടിച്ചു കയറ്റുന്നതിന് വേണ്ടി നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിലേക്ക് ഞാൻ നടന്നു കയറി. ഹിറ്റ്ലർ അവിടെ നിന്ന് എങ്ങനെ സമൂഹത്തെ അഭിസംബോധന ചെയ്തോ അതേ മട്ടിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ ജനങ്ങളുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. അതിഗംഭീരമായൊരു സ്ഥലം, ചരിത്രം ഒരു ദുഷ്ടാത്മാവിനെ സൃഷ്ടിച്ചെടുത്ത ഒരു സ്ഥലം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളുടെ ജീവിത ദുരന്തത്തിന് കാരണമായ ഒരു മനുഷ്യനെ വാർത്തെടുത്ത സ്ഥലം. അവിടെ ഞാൻ കയറി നിന്നു. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നാസി പാർട്ടിയിൽ ആദ്യം ഒരു മെമ്പറായിട്ട് കയറി ഹിറ്റ്ലർ ക്രമേണ നാസി പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചടക്കി. നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, സോഷ്യലിസ്റ്റ് ചിന്തകളുമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് കാര്യം. പിന്നീടാണ് ഈ നാസി പാർട്ടിയെ ഒരു വർഗീയ പാർട്ടിയാക്കി. അതായത് ആര്യർ മാത്രം ജീവിക്കേണ്ട നാട് ജർമ്മനി, ജൂതന്മാർ ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ മറ്റുള്ളവരെ എല്ലാം പുറത്താക്കുകയോ കൊന്നൊടുക്കുകയോ നിഷ്കരണം ഇല്ലാതാക്കുകയോ ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രത്യയശാസ്ത്രമെന്നും, നമ്മുടെ 1-ാം ലോകമഹായുദ്ധം അപ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു. ഈ 1-ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി ദയനീയമായി പരാജയപ്പെട്ടു പോയി. ജർമ്മനിയുടെ സർവ്വ അധികാരങ്ങളും കൊണ്ടുപോയി ഫ്രാൻസിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ച് അവിടെ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് ചക്രവർത്തി തിരിച്ചു വന്നത്. അപ്പോൾ ജനം രോഷാകുലരാണ്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം, സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് ജർമ്മനി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിനെല്ലാം കാരണം ജൂതന്മാരാണെന്നും ഇതിനെല്ലാം കാരണം ഇവിടുത്തെ രാജഭരണമാണെന്നും ഇപ്പോൾ ഉള്ള ഭരണ സംവിധാനത്തെ മുഴുവൻ മാറ്റി പ്രതാപമുള്ള ഒരു ജർമ്മൻ രാഷ്ട്രം നമ്മളുണ്ടാക്കുമെന്ന വലിയ സ്വപ്നങ്ങൾ വളരെ ആവേശഭരിതമായ പ്രസംഗങ്ങളിലൂടെ കൊടുത്തുകൊണ്ട് ഹിറ്റ്ലർ അവിടെ ഉദയം ചെയ്യുന്നത്. ആദ്യമൊക്കെ ആളുകൾ ഇയാളെ ഒരു കോമാളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരുമാതിരി പ്രത്യേകതരം മീശയൊക്കെ വെച്ചിട്ട് വന്ന് പ്രസംഗിക്കുന്ന ഒരാൾ വട്ടനാണെന്നാണ് കരുതിയത്. പക്ഷേ 1-2 പ്രസംഗം ഇയാളുടെ കേട്ടവരെല്ലാം പിന്നെ ഇയാളുടെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും പോയി കേൾക്കാൻ തുടങ്ങി. അതിലിവർ ആവേശഭരിതരായി, അവരെ ആവേശം കൊള്ളിക്കാൻ തുടങ്ങി. പിന്നെ ഇയാളുടെ അടിമകളായി മാറി. മാനസികമായിട്ട് ഇയാളെ അങ്ങ് അന്ധമായി ഫോളോ ചെയ്യുന്ന ആളുകളായി മാറി. ഇയാൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരായി മാറി. ക്രമേണ ഹിറ്റ്ലർ ഇല്ലെങ്കിൽ നാസി പാർട്ടി ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഒരു തവണ അയാളുടെ വില എത്രയുണ്ടെന്നറിയാൻ വേണ്ടി നാസി പാർട്ടിയിൽ നിന്ന് രാജിവെക്കിച്ച നാടകം വരെ കളിച്ചു ഹിറ്റ്ലർ. അവസാനം പാർട്ടി നേതാക്കന്മാർക്ക് വന്ന് നിങ്ങൾ തിരിച്ചു വന്നേ പറ്റൂ എന്ന് പറയേണ്ടി വന്നു. തിരിച്ചു വരണമെങ്കിൽ എന്നെ പാർട്ടിയുടെ പൂർണ്ണ അധികാരം ഏൽപ്പിക്കണമെന്ന വ്യവസ്ഥ ഹിറ്റ്ലർ വെച്ചു. പാർട്ടി നിലനിൽക്കണമെങ്കിൽ അതല്ലാതെ വരെ വഴിയില്ലെന്ന് കണ്ട അന്നത്തെ നേതൃനിര ഹിറ്റ്ലറെ പിടിച്ച് പാർട്ടിയുടെ സർവാധികാരിയാക്കി മാറ്റി. അവിടെ നിന്ന് ഹിറ്റ്ലറുടെ ചരിത്രം മാറുകയായിരുന്നു, ജർമ്മനിയുടെ ചരിത്രം മാറുകയായിരുന്നു, അധികം താമസിയാതെ ലോകത്തിൻ്റെ ചരിത്രം മാറുകയായിരുന്നു. നമ്മൾ ജർമ്മനിയിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടാവാം, യൂറോപ്പിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടാവാം, ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടാവാം. നമ്മൾ പോയി നിൽക്കുന്ന മണ്ണിൽ കടന്നുപോയ ചരിത്രം എത്ര തീവ്രമാണെന്നും രക്തം എത്ര കട്ടപിടിച്ചതായിരുന്നെന്നും തിരിച്ചറിയുമ്പോഴാണ് ആ പോയി നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ആവേശം ഉണ്ടാവുക, നമുക്ക് ഒരു വികാരമുണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്, ചിലപ്പോൾ നമ്മുടെ കണ്ഠം ഇടറുന്നത്. ഇത് തിരിച്ചറിയാതെ നടത്തുന്ന യാത്രകൾ അർത്ഥശൂന്യമാണ്. വെറും കോലാഹലങ്ങളും സെൽഫി സ്റ്റിക്കുകളുമായി നടത്തുന്ന യാത്രകളല്ല സഞ്ചാരമെന്ന് ഞാൻ പറയുന്നത്. ഈ ചരിത്രമറിഞ്ഞ് കണ്ണുനീരിൻ്റെ, യാതനയുടെ, ചോരയുടെ കഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ ഹിറ്റ്ലർ നിന്ന് പ്രസംഗിച്ച ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ വേദി ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ച് ഫോട്ടോ എടുക്കുന്ന ആ വേദി, അതിൻ്റെ പേര് ഫെൽഡൻ ഹാലെ എന്നാണ്. ഫെൽഡൻ ഹാലെ. ഈ ഫെൽഡൻ ഹാലെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ പൂർണ്ണ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു ദിവസം ഹിറ്റ്ലർക്ക് മനസ്സിലായി, ഇനി വേണമെങ്കിൽ ഈ ബവേറിയൻ സ്റ്റേറ്റിൻ്റെ അധികാരം പിടിച്ചടക്കാൻ നമ്മുടെ പാർട്ടി ശക്തമായി കഴിഞ്ഞു, അത്രയേറെ ജനപിന്തുണയായി കഴിഞ്ഞു. ഒരു ദിവസം വിപ്ലവം അവരാരംഭിച്ചു. ഈ ബവേറിയയുടെ ആസ്ഥാനമായ മ്യൂണിക്ക് നഗരം പിടിച്ചടക്കിയാൽ ബവേറിയ സ്റ്റേറ്റ് കൈപ്പിടിയിലായി. ഇത്തരത്തിൽ 5-6 സ്റ്റേറ്റുകൾ ചേർന്നതാണ് ആ കാലത്ത് ജർമ്മനി, വിവിധ സ്റ്റേറ്റുകൾ. അതിൽ ഏറ്റവും പ്രമുഖമായ സ്റ്റേറ്റാണ് ബവേറിയ. അപ്പോൾ ഈ ബവേറിയൻ സ്റ്റേറ്റ് പിടിച്ചടക്കാൻ വേണ്ടി ഒരു കലാപം നടത്തി. ആ കലാപം പക്ഷേ പരാജയപ്പെട്ടു പോയി. ആ കലാപത്തിൽ ജർമ്മൻ പോലീസും അല്ലെങ്കിൽ ബവേറിയൻ പോലീസും ഹിറ്റ്ലറുടെ നാസികളുമായിട്ട് ഏറ്റുമുട്ടൽ നടന്നു. അത് ഈ തെരുവിൽ വെച്ചാണ്, ഈ പ്രദേശത്ത് വെച്ചാണ്, ഈ ഫെൽഡൻ ഹാലയ്ക്ക് മുന്നിൽ വെച്ചാണ്. അവിടെ 9 പേര് പാർട്ടി പ്രവർത്തകർ വെടിയേറ്റ് മരിച്ചു വീണു. ആ വിപ്ലവം പരാജയപ്പെട്ടു പോയി. പിന്നീട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ എല്ലാ വർഷവും ആ ദിവസം ഒരു ചരിത്ര ദിവസമായിട്ട് ആഘോഷിച്ചിരുന്നു, ആചരിച്ചിരുന്നു. അതിൻ്റെ പ്രധാന വേദിയായിരുന്നു ഇത്.
ഈ അടുത്ത കാലത്ത് നവനാസികളുടെ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തപ്പോൾ അവർ ഈ ഫെൽഡൻ ഹാലയിൽ വന്ന് പ്രതിജ്ഞ ചെയ്യുകയും സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നവനാസി പ്രസ്ഥാനം അവിടെ നിരോധിതമാണെങ്കിലും അതിശക്തമായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷം യൂറോപ്പിലാകെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാൻ ആ ചെല്ലുന്ന സമയം. ഈ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു രസകരമായ കാഴ്ചയുണ്ട്. അവിടെ ഒരു വലിയൊരു ഷെൽഫ് കൊണ്ടുവന്ന് വെച്ചിട്ടിരിക്കുന്നു. ഈ ഷെൽഫിൽ നിറയെ പുസ്തകങ്ങളാണ്. ഈ ഷെൽഫിന് ചുറ്റും ഈ സഞ്ചി പോലത്തെ ചെയറുകൾ കണ്ടിട്ടില്ലേ, നമുക്ക് കുഷ്യൻ പോലെ കയറിയിരിക്കുക, അതിൽ സുഖമായിട്ട് ചെരിഞ്ഞ് കിടക്കാം. ഒരു 10, 15, 20 എണ്ണം വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് വന്ന് ഈ ഷെൽഫിൽ നിന്ന് പുസ്തകം എടുക്കാം, ഇവിടെ ഇരുന്ന് വായിക്കാം, വായന കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവെക്കാം. പുതിയ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ യുഗത്തിൽ വായനയിൽ നിന്നകന്ന തലമുറയെയും ആളുകളെയും വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ നഗരഭരണകൂടം ചെയ്യുന്ന ഇടപാടാണ്. അവധി ദിവസങ്ങളിലും ആളുകൾ കൂടുന്ന ദിവസങ്ങളിലെല്ലാം ലൈബ്രറി അവരിലേക്ക് ചെല്ലും, എന്നിട്ട് പുസ്തകം അവിടെ വെച്ചേക്കും, ആവശ്യമുള്ളവർക്ക് എടുക്കാം, വായിക്കാം, വായിച്ചു കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വെക്കാം. കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതായത് മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നഗരഭരണകൂടം തന്നെ രംഗത്തേക്ക് വരുന്നു. ആളുകൾ വായിക്കണം, വായിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള മെസ്സേജ് അവിടെ കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് മ്യൂണിക്കിൻ്റെ പഴയ നഗരഭാഗങ്ങളെല്ലാം നടന്നു കാണാം. കാരണം യൂറോപ്പിലെ പ്രധാനപ്പെട്ട നഗരഹൃദയം ഓൾഡ് ടൗൺ സ്ക്വയർ, ഓൾഡ് ടൗൺ പ്രദേശങ്ങളൊക്കെ നടക്കാവുന്ന രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാർ കൊണ്ട് വേണമെങ്കിൽ പോകാം, പക്ഷേ ആരും കാറും എടുത്ത് പോകാറില്ല. നല്ല കാലാവസ്ഥ, നല്ല നടപ്പാതകൾ, നല്ല കല്ലുവിരിച്ച സ്ഥലങ്ങൾ, വഴിയോരത്ത് നല്ല റെസ്റ്റോറൻറ്റുകൾ, ഇരിപ്പിടങ്ങൾ, സുന്ദരമായ കാഴ്ചകൾ, ഒപ്പം നടക്കുന്ന മനുഷ്യർ, ഇതൊക്കെ ഉള്ളിടത്ത് കാറിൻ്റെ പുകയും വമിപ്പിച്ച് ഹോൺ അടിച്ച് വേർത്ത് കുളിച്ച് പാർക്ക് ചെയ്യാൻ സ്ഥലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. യൂറോപ്പിലൊന്നും നഗരഹൃദയങ്ങളിൽ കാറുമായിട്ട് ഒരാളും വരുന്ന കാണില്ല. ആ മട്ടിൽ നമ്മുടെ നഗരഹൃദയങ്ങളൊക്കെ മാറുന്ന ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. ഇനി ഞാനത് പറയുന്നില്ല, ഒത്തിരി പറഞ്ഞു, ആളുകൾ ബോറടിച്ച് കാണും. അങ്ങനെ ഓരോ ചരിത്ര മന്ദിരത്തിൻ്റെയും മുന്നിലൂടെ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നു, ബിനു വഴി കാണിച്ച് നടക്കുന്നു. എനിക്ക് ഈ സ്ഥലമൊക്കെ പരിചിതമാണ്. കാരണം ഞാൻ പലപ്പോഴും മ്യൂണിക്കിൽ 3 4 തവണ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അവിടുത്തെ ഓപ്പറ ഹൗസിന് മുമ്പിലെത്തുന്നു. ഓപ്പറ ഹൗസ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് തിയേറ്ററാണ്. ഓപ്പറകൾ അവതരിപ്പിച്ചിരുന്ന, മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പൊതുസമ്മേളന സ്ഥലം, നമ്മുടെ നാട്ടിലെ ടൗൺ ഹാൾ എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ സിറ്റി ഹാൾ, ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ നഗരഭരണ കേന്ദ്രത്തിനാണ് പറയുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരാണ് സിറ്റി ഹാൾ അല്ലെങ്കിൽ ടൗൺ ഹാൾ എന്ന്. അടുത്തത് ടൗൺ സ്ക്വയർ എന്ന് പറയുന്ന മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതാണ് ഈ ഓൾഡ് ടൗണിൻ്റെ സ്ക്വയർ. അതായത് യൂറോപ്പിലെ എല്ലാ ചരിത്ര നഗരത്തിലും അല്ലെങ്കിൽ പ്രധാന നഗരങ്ങൾക്കും നടുക്കൊരു വലിയൊരു സ്ക്വയർ ഉണ്ടാവും. ഈ സ്ക്വയറിലാണ് പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചന്ത പ്രവർത്തിച്ചിരുന്നത്. ആഴ്ച ചന്തയോ അല്ലെങ്കിൽ ഡെയിലി ചന്തയൊക്കെ നടക്കും. ആളുകൾ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങും, ഒത്തുചേരും, പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്, ഒത്തുചേരലുകൾ നടക്കുന്നത്, വിപ്ലവങ്ങൾക്കുള്ള വെത്തുപാകുന്നത് ഒക്കെ ഇത്തരം സ്ക്വയറുകളിലാണ്. ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ടാവും. തട്ടുകടകൾ പോലെ, നല്ല കിയോസ്കുകൾ പോലെ, മനോഹരമായി സുന്ദരമായി ഓരങ്ങളിൽ പൂച്ചെടികൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ടാവും. അതൊക്കെ ബിയർ ഗാർഡനുകൾ എന്ന് പറയുന്നത്. അവിടേക്കാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഹിറ്റ്ലർ ഈ ഒഡിയോൺ പ്ലാറ്റ്സിലെ ഈ ഫെൽഡൻ ഹാലെ എന്ന സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇയാൾ ആളുകളെ ആവേശം കൊള്ളിച്ചിരുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ഇവിടെ ചില ബിയർ ഹാളുകളുണ്ട്. ബിയർ ഹാൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കളർ ഷാപ്പാണ്. അത് വളരെ ശാസ്ത്രീയമായി, ആഠ്യത്വത്തോടെ, പ്രൗഢിയോടെ, അച്ചടക്കത്തോടെ, കലാപരമായി ഉണ്ടാക്കിയ ഒരു കള്ള് ഷാപ്പ്. ബിയർ മാത്രം സെർവ് ചെയ്യുന്ന സ്ഥലം. അത് 600-700 കൊല്ലം മുമ്പ് മുതലുള്ളതാണെന്ന് ഓർക്കണം, അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ. അതിലെ ഹോഫ്ബ്രോ ഹൗസ് എന്ന് പറയുന്ന 600 വർഷത്തിൻ്റെ ചരിത്രമുള്ള 1500കളിൽ ആരംഭിച്ച ഒരു ബിയർ ഹൗസിലേക്ക്, ബിയർ ഹാളിലേക്കാണ് പോകുന്നത്. 2-3 നിലകളായിട്ട് പണിതിരിക്കുന്ന ചരിത്രമുള്ള ഒരു വലിയ മന്ദിരം. ഈ മന്ദിരത്തിനകത്ത് കയറി ഒരു ബിയർ കുടിക്കണമെങ്കിൽ ഉണ്ടല്ലോ, നേരത്തെ ബുക്ക് ചെയ്യണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ വന്ന് ക്യൂ നിൽക്കണം. ഞങ്ങളങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നിരവധി ആളുകൾ ഇതിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. മാത്രമല്ല ഈ ഹോബ്രോ ഹൗസിലേക്ക് പോകുന്ന വഴിക്ക്, ആ വഴിയിലെല്ലാം ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ്. അതിൻ്റെ പരിസരത്ത് വേറെയും ബിയർ ഹൗസുകളുണ്ട്, ബിയർ ഹാളുകളുണ്ട്. ഈ ബിയർ ഹാളുകളിൽ കയറി ബിയർ കഴിക്കാം. അതിൽ രസകരമായ രൂപഭാവങ്ങളുള്ള ബിയർ ഹാളുകളുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ മുൻഭാഗവും അതിൻ്റെ ഭിത്തികളും മുഴുവൻ സസ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുക. അത് മരം കയറി മൂടിപ്പോയ, അല്ലെങ്കിൽ സസ്യം കയറി മൂടിപ്പോയ ഒരു കെട്ടിടം പോലെ, പക്ഷേ അത് വളർത്തുന്നതാണ്, അതിമനോഹരമാണ്. അതിനകത്തൊക്കെ ആളുകളാണ്. ഈ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം വേറെയാണെങ്കിലും ഈ ഓൾഡ് ടൗൺ സ്ക്വയറിലെ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ബിയർ ഹാളുകൾ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടുകാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്തുന്നവരാണ്. നമ്മൾ ഈ ഹോഫ്ബ്രോ ഹൗസിലേക്ക് നടന്നു ചെന്നു. കാരണം നമ്മളവിടെ പോകാൻ കാര്യം എന്തറിയോ, ഹിറ്റ്ലർ ഈ ഹോഫ്ബ്രോ ഹൗസിൻ്റെ സെല്ലാർ ഹാളുകളിലാണ്
പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ മുഴുവൻ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ നാസി പാർട്ടിയുടെ മീറ്റിങ്ങുകൾ മിക്കവാറും നടന്നിരുന്നത് ഇതിനകത്ത് വെച്ചാണ് അയാൾ രാഷ്ട്രത്തിൻ്റെ ഭരണം പിടിക്കുന്നതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്, അങ്ങേരുടെ രാജിനാടകങ്ങൾ നടപ്പാക്കിയത്, അദ്ദേഹം തിരിച്ച് നാസി പാർട്ടിയുടെ അധികാരത്തിലേക്ക് വന്നത്, അതിൻ്റെ സർവാധികാരിയായി മാറുന്നത്. എല്ലാ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഈ ഹോഫ്ബ്രോ ഹൗസിൻ്റെ സെല്ലാർ. ആ സെല്ലാറിലും ബീർ കിട്ടും. ബീർ ഹാളുകൾ വലിയ ഹാളുകളാണ്, വലിയ കെട്ടിടമാണ്, അതിനകത്ത് ഹാളുകളാണ്. ഈ ഹാളുകൾ വാടകയ്ക്ക് എടുക്കാം. ബീർ സപ്ലൈ ചെയ്യും, അതിൽ ആളുകൾ വട്ടത്തിലിരിക്കും, ഒരു ഭാഗത്തൊരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിൽ വന്ന് ആളുകൾ പ്രസംഗിക്കും. അവരുടെ ആശയങ്ങൾ, പുതിയ ചിന്തകൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ, ചിന്തകൾ ഒക്കെ ഈ സ്റ്റേജിൽ നിന്ന് അവതരിപ്പിക്കും. ആളുകൾക്ക് കൈയടിക്കാം, കൂവാം, വിമർശിക്കാം. ഇത്തരത്തിലാണ് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഭരണത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ ഉയർന്നു വന്നത്. അങ്ങനെ പ്രസംഗിച്ച് തെളിഞ്ഞു വന്ന ആളുകളെയാണ് നേതാക്കന്മാരായിട്ട് അവർ അംഗീകരിച്ചത്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമാണ്, പത്രങ്ങളിലൂടെ അല്ല, ഇത്തരം കോർണർ മീറ്റിങ്ങുകൾ, ഇത്തരം മീറ്റിങ്ങുകളിലൂടെ അങ്ങനെ നിരവധി മീറ്റിങ്ങുകൾ നടന്ന് രാഷ്ട്രീയത്തിലേക്ക് ഹിറ്റ്ലർ ഉദിച്ച സ്ഥലമാണ് ഈ ഹോഫ്ബ്രോ ഹൗസ്. ഈ ഹോഫ്ബ്രോ ഹൗസിനകത്തേക്ക് കയറി ചെല്ലുമ്പോണ്ടല്ലോ വേറൊരു ആംബിയൻസാണ്. ഒരു ഭാഗത്ത് മുഴുവൻ സംഗീതജ്ഞരെന്ന് സംഗീതം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ബിയർ കച്ചവടമാണ് പ്രധാന പരിപാടി. ഈ ബിയർ കുടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കള്ള് കുടിക്കുന്നത് പോലെ, മദ്യം കുടിക്കുന്ന പോലത്തെ ഒരു രീതിയല്ല. സംസ്കാരത്തിൻ്റെ വ്യത്യാസമുണ്ട്. അത് കള്ള് കുടിച്ച് ആടി പോവുക, പരസ്പരം തെറി പറയുക, കത്തിക്കുത്തി നടത്തുക, ഇതൊന്നും അല്ല കലാപരിപാടി. ഒരു വലിയ ടേബിൾ ഉണ്ടെങ്കിൽ, അങ്ങനെ നിരവധി നൂറുകണക്കിന് ടേബിളുകളുള്ള ഈ ഹോളിനകത്തുണ്ട്. അതിന് ചുറ്റും ബെഞ്ചായിരിക്കും ഇട്ടിരിക്കുക. ഈ ബെഞ്ചിൽ സുഹൃത്തുക്കൾ വന്ന് ഇരിക്കുന്നു. അവർ അവർക്കുള്ള ബിയർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ ബിയർ കഴിക്കുക എന്നതല്ല, സംഭാഷണം, ആശയവിനിമയം, പരസ്പരം അവർ ഹൃദയം തുറക്കുകയാണ്. ഇത്തരം ബിയർ ഹാളുകളിലെ ഇത്തരം ടേബിളുകളിൽ നിന്നാണ് ലോകത്തെ മാറ്റിമറിച്ച പല ആശയങ്ങളും സംഭവങ്ങളും സംരംഭങ്ങളും കണ്ടുപിടുത്തങ്ങളും വരെ ഉണ്ടായത്. അത്തരം സൗഹൃദങ്ങളുടെ കൂട്ടായ്മകളാണിത്. അവിടേക്ക് നല്ല ബവേറിയൻ വസ്ത്രം, അവരുടെ ട്രഡീഷണൽ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ജർമ്മൻ പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരിമാരാണ്. അവർ ഈ ബവേറിയൻ വസ്ത്രം കൂടെ ധരിച്ചാലുണ്ടല്ലോ അതീവ സുന്ദരികളാണ്. അവർ ഒരു കയ്യിൽ 8 മഗ്ഗും മറ്റേ കയ്യിൽ 8 മഗ്ഗും പിടിച്ചുകൊണ്ട് 8 16 മഗ്ഗുമായിട്ട് സർക്കസ് കളിച്ച് ഈ ബിയർ കൊണ്ടുപോയി ഈ മേശ വെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് ഒരു കയ്യിൽ ഇത്രയും ബിയർ കൊള്ളുമോ എന്ന് നമുക്ക് തോന്നും. അതോ ഓരോ ലിറ്റർ കൊള്ളുന്ന ബിയർ മഗ്ഗുകളാണ് ഇത് ഇങ്ങനെ പിടിച്ചങ്ങനെ കൊണ്ടുപോകുന്ന കാണാം. അത് ആണുങ്ങളെക്കാൾ പെൺകുട്ടികളാണ് ഇത്ര എണ്ണം പിടിച്ചുകൊണ്ട് നിരന്തരം സപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾ പലരും യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാവാം. അവർ അവധി ദിവസം അല്ലെങ്കിൽ പഠിത്തമില്ലാത്ത സമയത്ത് വന്ന് അടുത്തൊരു മാസം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണവന്മാരെ ആശ്രയിച്ച് അവരുടെ അടുത്ത് നിന്ന് ഫീസും ശമ്പളവും ശാപ്പാടടിക്കാനുള്ള സിനിമ കാണാനുള്ള പൈസയും കൂടെ മേടിക്കുന്ന ഒരു പരിപാടി കോളേജ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും ഒന്നുമില്ല. സ്വതന്ത്രരായിക്കൊള്ളണം, സ്വന്തം കാലിൽ നിന്നുകൊള്ളണം, പഠിക്കുന്നതിനിടയ്ക്ക് പണിയെടുത്ത് കാശുണ്ടാക്കിക്കൊള്ളണം. ഇതാണ് അവിടുത്തെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ ഇത്തരം ബിയർ ഗാർഡനുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, സർവീസ് സ്റ്റേഷനുകളിൽ, വണ്ടി കഴുകി കൊടുക്കുന്നിടത്ത് ഒക്കെ ഇവർ പണിയെടുക്കും. അതുകൊണ്ട് തന്നെ പണിക്കൊരു ആക്ഷേപം ആർക്കും ഇല്ല. ഒരു പണി മോശമല്ല, എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യേണ്ട പശ്ചിമ ബംഗാളുകാരനാണുള്ള ചിന്ത നമ്മളെപ്പോലെ ഇല്ല. എന്നാൽ ഏത് പണിയും ഇവിടുത്തെ അറബിക്കടൽ കടന്നാൽ ചെയ്യുമെന്നുള്ള മനോഭാവവുമില്ല. പകരം ഏത് പണിയും മഹത്താണ്, കാശ് കിട്ടും, പ്രതിഫലം കിട്ടും, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം എനിക്ക് തരുന്നതാണെങ്കിൽ ഏത് തൊഴിലും മഹത്തരമാണെന്ന് ചിന്ത ആ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കുട്ടികളുണ്ടാകുന്നു. നമ്മുടെ കുട്ടികൾ, കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങുന്ന കാലത്തെ കേരളം രക്ഷപ്പെടും. ഈ തൊഴിലിൻ്റെ മഹത്വം, സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിലൂടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വില തിരിച്ചറിയുന്നൊരു സമൂഹത്തെ സൃഷ്ടിച്ചില്ലെങ്കിൽ സൂത്രപ്പണി കൊണ്ട് അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ നാട് കയറിപ്പോയാൽ രക്ഷപ്പെടും എന്ന ചിന്തയിൽ ഇനിയും തലമുറകൾ ഇവിടെ കഴിയും. അവരെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായി കൊണ്ടുവരേണ്ട ഒരു മാറ്റമാണ് പഠനത്തോടൊപ്പം തൊഴിലൂടെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത്. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം, തൊഴിലിനോട് ചേർന്ന് പോകുന്ന വിദ്യാഭ്യാസം. യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി ഡിഗ്രിക്കൊന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ചിലവഴിക്കേണ്ട കാര്യമില്ല. അവിടെ പോകുന്നവരിൽ എത്ര പേർ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ട് വരെ അന്വേഷിച്ചാൽ ബാക്കി സമയം മുഴുവൻ വേസ്റ്റാക്കുകയാണ്. കോളേജുകളിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എത്രയാണെന്ന് പഠിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഗവേഷണമൊക്കെ പേരിന് മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗവേഷണത്തിലൂടെ പുറത്തു വന്ന ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളോ അത്ഭുതങ്ങളോ എത്രയാണെന്ന് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഈ സമ്മേളനം, ഈ സദസ്സ്, ഇതിൻ്റെ ആഘോഷം, അതിൻ്റെ ആ ഒരു എനർജി, ഇതൊക്കെ അത്ഭുതത്തോടെ കാണുന്നതും ചിത്രീകരിച്ച് ഞാൻ ഈ ഹോഫ്ബ്രോ ഹൗസിനകത്തൂടെയൊക്കെ നടന്നു. നമ്മൾ ഈ ബിയറിനെ ഒരു മദ്യമായിട്ടാണ് കരുതുന്നത്. പക്ഷേ യൂറോപ്പിൽ അവർ മദ്യമായിട്ടല്ല കരുതുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോലും സ്റ്റേഡിയത്തിൽ ബിയർ വേണം എന്ന് ഇവർ വാശി പിടിക്കാൻ കാര്യം. കാരണം ബിയർ എന്ന് പറയുന്നത്, നമുക്കതിനൊരു ഉദാഹരണം പറയാനില്ല. ഇവിടെ അങ്ങനെ ചെയ്യുന്നത് പോലെ എന്ന് പറയാനൊരു ഉദാഹരണം ഇല്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്തെ ചായക്കടയിൽ ചെന്ന ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ അതിഥിയായിട്ട് ചെന്ന ഒരു ചായ ആയിരിക്കും എടുത്തു കൊടുക്കുക. അതായത് നമ്മൾ ഒരാളെ സൽക്കരിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ കുടിക്കുന്ന ഒരു ചായയ്ക്ക് പകരമാണ് ഇവർക്ക് ഈ ബിയർ. ഇത് നൂറ്റാണ്ടുകൾ മുമ്പുള്ളൊരു ചരിത്രമാണ്.
ഒരു പാരമ്പര്യമാണ്. എന്തിനേറെ സഭകൾ, കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളൊക്കെ ബാറുകൾ അനുവദിക്കുന്നതിന്, മദ്യം കൂടുതൽ ലഭ്യമാക്കുന്നതിനൊക്കെ എതിരെ സമരം ചെയ്യുന്നവരാണെങ്കിൽ ഈ ബിയർ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ്, സന്യാസിമാരാണ്. മൊണാസ്ട്രികളിൽ താമസിച്ചിരുന്ന ക്രിസ്തീയ പുരോഹിതന്മാരാണ് ഈ ബിയറിന് പ്രചാരം കൊടുക്കുന്നത്. മധ്യകാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ബിയർ ഉൽപ്പാദിപ്പിച്ചിരുന്ന സന്യാസി മഠങ്ങളിലാണ്. അവരുടെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോയമ്പ് കാലത്ത് മറ്റ് ഭക്ഷ്യവസ്തുക്കളെല്ലാം ഇവർ വർജിക്കുമ്പോഴും അവർ അതിനിടയ്ക്ക് കഴിച്ചിരുന്ന ഏകപാനീയം ബിയറാണ്. അങ്ങനെ നമ്മൾ ഈ ഹോബ്രോ ഹൗസിലെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചു കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ എല്ലാം നെർവ് സെൻറ്റർ, കേന്ദ്രം, മ്യൂണിക്കിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന മരിയൻ പ്ലാറ്റ്സിലേക്കാണ്. മരിയൻ പ്ലാറ്റ്സ് മറ്റൊരു ചരിത്ര സ്ഥലമാണ്. അത്ഭുത കാഴ്ചകൾ കാത്തിരിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഞെട്ടിക്കുന്ന ചില കഥകളും ഓർമ്മകളും എനിക്കുണ്ട് പങ്കുവെക്കാൻ. ആ കഥകളിലേക്ക് ഇനി പോകാം. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222.